നമ്മുടെ ഹൃദയാന്തര ഭാഗത്തുണ്ട് ഭഗവാൻ. ദൂരേക്കൊന്നും പോകണ്ട ഭഗവാനെ കാണാനായിട്ട്, അല്ലേ? നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക മാത്രം ചെയ്താൽ മതി. മുജ്ജന്മ പാപങ്ങൾ കൊണ്ട് പൊടിപടലങ്ങൾ പിടിച്ച് അടിഞ്ഞുകൂടി കിടക്കുന്ന ആ ഹൃദയത്തെ ഭഗവാന്റെ അതീന്ദ്രിയ നാമജപം കൊണ്ട് പതിയെ പതിയെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ, വൃത്തിയാക്കിയെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഹൃദയാന്തര ഭാഗത്ത് ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അല്ലേ? നമ്മൾ എപ്പോഴാണ് ഭഗവാന്റെ നേരെ തിരിയുക, ഭഗവാന്റെ നാമം നാം എപ്പോഴാണ് ജപിക്കുക, എപ്പോഴാണ് ഈ ജീവാത്മാവ് ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കുക എന്നോർത്ത് ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവത്തില് ഉദ്ധവഗീതയുണ്ട്. അവിടെ ഉദ്ധവരോട് ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഭഗവാൻ പറയുന്നുണ്ട്, 4 കാലും 6 കാലും 8 കാലും അനേകം കാലുകളുള്ള ജീവികളുണ്ട്. പക്ഷേ ഇവരെക്കാളൊക്കെ എനിക്ക് 2 കാലുള്ള മനുഷ്യരോടാണ് ഏറ്റവും പ്രിയം ഉദ്ധവരെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉദ്ധവർ ചോദിക്കും, എന്തുകൊണ്ടാണ് ഭഗവാനെ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നത്, ഈ 2 കാലുള്ള മനുഷ്യർക്ക് മാത്രമേ എന്നിലേക്ക് വരാൻ സാധിക്കൂ, എന്നെ കുറിച്ചിട്ടുള്ള ശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കൂ, ജീവിതാവസാനം എൻ്റെ ധാമത്തിലേക്ക് വരാൻ സാധിക്കൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും പ്രിയപ്പെട്ട ആളുകളാണ് നമ്മൾ, ഭഗവാൻ അത്രയും പ്രിയപ്പെട്ട ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട്, ഭഗവാന്റെ നാമം ജപിക്കാൻ, ഭഗവാന്റെ ശാസ്ത്രം മനസ്സിലാക്കാനായിട്ട് മടിച്ചു നിൽക്കുന്നത്? ഭഗവാൻ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട്, അല്ലേ, യുഗങ്ങളായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും ഭഗവാൻ. പക്ഷെ നമുക്കതൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല, നമുക്കതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല, ആ സത്യം നമുക്കൊരിക്കലും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ. അപ്പോൾ ഈ ത്രിഗുണങ്ങളുടെ പിടുത്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ഭഗവാന്റെ നാമത്തിന് മാത്രമേ സാധിക്കൂ, ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള രഹസ്യങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും അറിയുകയും അതനുസരിച്ചിട്ട് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യാം. ഭഗവാന്റെ സേവനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒന്നിനും നാം നമ്മുടെ ജീവിതത്തിൽ ഇടവരുത്താതിരിക്കുക. ഒരു ചെറിയൊരു കാര്യം കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുമോ, അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതിന് പ്രാധാന്യം കൊടുക്കുകയും അത് അനുസരിച്ചിട്ട് പെരുമാറുകയും ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ജന്മത്തിന്റെ അവസാനം ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. കാലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ യുഗങ്ങളായിട്ടുള്ള ഭഗവാന്റെ കാത്തിരിപ്പിന് വിരാമമിടാനായിട്ട് സാധിക്കും.